നമസ്കാരം. പകയടങ്ങുന്നത് വരെ വിഷ്ണു അൽമയെ കുത്തി. ചോരയിൽ കുളിച്ചു കിടക്കുന്നത് കണ്ടിട്ട് പോലും യാതൊരു കുറ്റബോധവും അയാൾക്കുണ്ടായിരുന്നില്ല. ഭാര്യയെ കുത്തി കൊലപ്പെടുത്തിയതിനു ശേഷം 100 മീറ്റർ അകലെയുള്ള തന്റെ സഹോദരന്റെ വീട്ടിലെത്തി താൻ അൽമയെ കൊന്നു എന്ന് പറയുമ്പോഴും വിഷ്ണുവിന് യാതൊരു കുറ്റബോധവും ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ ദിവസം വളരെ ഞെട്ടിപ്പിക്കുന്ന തരത്തിലാണ് തിരുവനന്തപുരം നെയ്യാറ്റിൻകരയ്ക്കടുത്തുള്ള വ്ളാത്താങ്കര എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ഇങ്ങനെ ഒരു കൊലപാതക വാർത്ത കേരളം അറിയുന്നത്. വിഷ്ണു തന്നെയാണ് താൻ അയാളെ കൊന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ നാടിനെ ആ വാർത്ത അറിയിച്ചതും. നമ്മളിപ്പോൾ നിൽക്കുന്നത് ആ ഒരു വീടിന് സമീപത്താണ്. അതായത് കഴിഞ്ഞ ദിവസം അതിക്രൂരമായിട്ട് തന്റെ ഭർത്താവ് ജീവനെടുത്ത ആ ഒരു സാഹചര്യം, അതായത് അൽമയുടെ ജീവനെടുത്ത ആ ഒരു വീടിന് സമീപത്താണ് നമ്മൾ നിൽക്കുന്നത്. ഈ കാണുന്നതാണ് അൽമയും വിഷ്ണുവും 9 വർഷമായിട്ട് താമസിച്ച വീട്. ഈ നാട്ടുകാരോടൊക്കെ ചോദിക്കുമ്പോൾ അവരൊക്കെ പറയുന്നത് വളരെ സ്നേഹത്തോടു കൂടെ നിൽക്കുന്ന രണ്ട് ദമ്പതിമാരായിരുന്നു അവർ എന്നുള്ളതാണ്. ഇപ്പോൾ ആ വീടിന്റെ ദൃശ്യങ്ങളൊക്കെ എടുത്തു നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് അൽമ വളർത്തിയിരുന്ന ആ പൂച്ചകളെ ഒക്കെ തന്നെയാണ്. ഒരുപാട് ഇപ്പോൾ പ്രത്യക്ഷത്തിൽ തന്നെ 3ഓളം പൂച്ചകൾ ആ ഒരു അടുക്കള പ്രദേശത്ത് നിൽക്കുന്നതായിട്ട് കാണാം. ഒരുപാട് മൃഗസ്നേഹിയായിരുന്ന അൽമ സോഷ്യൽ മീഡിയയിലൊക്കെ സജീവമായിരുന്നു. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ ഏറ്റവും കൂടുതൽ വന്നിരുന്ന പോസ്റ്റുകൾ എന്ന് പറയുന്നതും ഈ പറയുന്ന മൃഗങ്ങളുമായിട്ടൊത്തുള്ള കാര്യങ്ങൾ എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. പക്ഷേ ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കൂട്ടി വായിക്കുമ്പോൾ ചില സംശയങ്ങളുണ്ട്. അതായത് നമ്മൾ ഈ വീടിന് ചുറ്റിലും നടക്കുമ്പോൾ പ്രധാനമായിട്ടും ചില സംശയങ്ങൾ ഉണ്ടാക്കുന്ന ചില കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് ഈ പറയുന്ന മതിൽ തന്നെയാണ്. ഈ കാണുന്ന ചുറ്റുമതിൽ ഇവിടെ ഇപ്പോൾ ഇത്തരത്തിൽ, അതായത് ഇവിടെ ഈ വീട് ഇവർ വാങ്ങുന്നതിന് തൊട്ട് മുൻപ് വരെ ഇവിടെ വരെ ആയിരുന്നു ഈ ഒരു മതിൽ ഉണ്ടായിരുന്നത്. പക്ഷെ കഴിഞ്ഞ 2 വർഷമായിട്ട് ഈ മതിലിന് ഹൈറ്റ് കൂട്ടുന്നു. അതായത് ആ വീട്ടിലുള്ള ആൾക്ക് ചുറ്റിലുള്ള ആരുമായിട്ടൊരു ബന്ധവും വേണ്ട എന്ന് തീരുമാനിച്ചുറപ്പിച്ചതുപോലെയുള്ള ഒരു മതിൽക്കെട്ട് ഉയരം കൂടുന്നു എന്നുള്ളതാണ്. ഈ മതിൽ കെട്ടിയതിനു ശേഷം അയൽവാസികളുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത തരത്തിലായിരുന്നു ഇരുവരും താമസിച്ചിരുന്നത് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അപ്പോൾ അയൽവാസികളോട് സംസാരിക്കുന്നതിലടക്കം വിമുഖത കാണിക്കാൻ മാത്രം എന്തായിരുന്നു ആ വീട്ടിനകത്തുണ്ടായിരുന്നത് എന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ട്. സ്വാഭാവികമായിട്ട് ഇങ്ങനെ അടച്ചുമൂടി കിടക്കുന്ന ഒരു പ്രദേശമായതുകൊണ്ട് തന്നെ ഈ വീട്ടിൽ നടന്ന ക്രൂര കൊലപാതകം അതിന്റെ ഒരു ശബ്ദം പോലും ആരും കേട്ടിട്ടില്ല എന്ന് പറയുന്നു. ഇനിയിപ്പോൾ നമ്മൾ ഈ വീടിന്റെ മുൻവശത്തേക്ക് വരുമ്പോഴാണ് മറ്റു ചില ദുരൂഹ സാഹചര്യം ഉള്ളത് എന്ന് പറയുന്നത്. അതായത് വിഷ്ണു താമസിച്ചിരുന്ന ഈ വീടിന് മുൻവശത്തായിട്ട് പട്ടിയുണ്ട് സൂക്ഷിക്കുക എന്ന് പറഞ്ഞൊരു ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. ഗുരുതരമായിട്ട് ആക്രമിക്കാൻ സാധ്യതയുള്ള പട്ടികളാണ് എന്ന് തോന്നുന്ന തരത്തിൽ തന്നെയാണ് ഈ മുന്നറിയിപ്പ് ബോർഡ് ഇവിടെ നൽകിയിരിക്കുന്നത്. പക്ഷെ ഈ മുന്നറിയിപ്പ് ബോർഡിന് പിറകിലും ചില സംശയങ്ങൾ നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ഈ ഗേറ്റിന് 2 വശത്തുമായിട്ട് പലപ്പോഴും പട്ടികളെ കെട്ടിയിട്ട തരത്തിൽ നാട്ടുകാർ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ്. ചിലരൊക്കെ ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ഗേറ്റിൽ ഇങ്ങനെ പട്ടിയെ കെട്ടിയിടുന്നത് എന്ന് ചോദിക്കുമ്പോൾ വിഷ്ണു ഒരു ചെറിയ പുഞ്ചിരി മാത്രമാണ് നൽകിയത് എന്ന് പറയുന്നു. അന്ന് വിഷ്ണു പുഞ്ചിരിച്ചത് ഒരു കൊലപാതക സൂചനയായിരുന്നു എന്നാണ് ഇന്ന് നാട്ടുകാർ മനസ്സിലാക്കുന്നത്. എന്തിനെയാണ് വിഷ്ണു യഥാർത്ഥത്തിൽ ഭയപ്പെട്ടിരുന്നത് എന്നുള്ള ഒരു ചോദ്യം അവിടെയാണ് പ്രസക്തമാകുന്നതും. എന്തായാലും ഒരുപാട് ജീവികൾ, ഈ പറയുന്നത് പോലെ വളർത്തു മൃഗങ്ങൾ ഈ വീട്ടിൽ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അതൊരു പക്ഷേ വിഷ്ണു പേടിച്ചിരുന്ന, അല്ലെങ്കിൽ വിഷ്ണു ഭയപ്പെട്ടിരുന്ന, അല്ലെങ്കിൽ അൽമയെ തളച്ചിടുന്നത് പോലെയുള്ള ഒരു കാര്യമാണോ എന്നതടക്കമുള്ള സംശയങ്ങളാണ് ഇപ്പോൾ വരുന്നത്. അൽമയെ സംബന്ധിച്ച് ഈ പറയുന്ന വളർത്തുമൃഗങ്ങൾ തന്നെയായിരുന്നു അവളുടെ ഒരു ജീവിതം, സന്തോഷം എന്ന് തന്നെയാണ് മനസ്സിലാകുന്നതും. കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് ഇവർക്കിടയിൽ കുട്ടികളില്ല എന്ന് പറയുന്ന ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായിട്ടാണ് ഇപ്പോൾ ബന്ധുക്കളൊക്കെ തന്നെ പറയുന്നത്. കുട്ടികളില്ലാത്ത കാരണം കൊണ്ട് സ്നേഹിച്ച് വിവാഹം കഴിച്ച ഇരുവർക്കും ഇടയിൽ ഇങ്ങനെ ഒരു കൊലപാതകത്തിലേക്ക് അടക്കം എത്തുന്ന രീതിയിലൊരു നടപടി ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ അതും സംശയമാണ്. വിഷ്ണുവിനെ സംബന്ധിച്ച അധ്യാപകനാണ്, നിയമം കൃത്യമായിട്ട് അറിയുന്ന ഒരാളാണ്. അതായത് അച്ഛൻ ഉൾപ്പെടെ വളരെ വിദ്യാസമ്പന്നനായിട്ടുള്ള ഒരു കുടുംബത്തിൽ നിന്നുള്ള ഒരാളാണ് വിഷ്ണു എന്ന് പറയുന്നത്. സഹോദരൻ അഡ്വക്കേറ്റ് ആണ്. അപ്പോൾ എല്ലാ തരത്തിലുള്ള നിയമസാധുതകളും വിഷ്ണുവിന് മുൻപിൽ ഉണ്ടാകുമ്പോൾ വിഷ്ണു അതിനെല്ലാം മറികടന്നുകൊണ്ട് ഒരു അധ്യാപകനായ വിഷ്ണു തന്റെ ഭാര്യയെ കൊലപ്പെടുത്തണമെങ്കിൽ അതിന് പിറകിൽ വലിയൊരു മോട്ടീവ് ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. നിലവിൽ പോലീസിനോട് വിഷ്ണു വ്യക്തമാക്കിയിരിക്കുന്നത് താൻ കുടുംബ വഴക്കിനെ തുടർന്ന്, ഈ പറയുന്നത് പോലെ കുട്ടികളില്ല എന്നുള്ള വിഷയത്തെ തുടർന്നാണ് ഈ യുവതിയെ അല്ലെങ്കിൽ ഭാര്യയെ കൊലപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. പക്ഷെ ഈ മൊഴി പോലീസ് വിലക്കെടുത്തിട്ടില്ല, അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് വിശ്വസിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് വ്യക്തമാകുന്നത്. വിഷ്ണുവിനുള്ളിൽ ഒരു പകയുണ്ടായിരുന്നു എന്ന് തന്നെയാണ് സാഹചര്യങ്ങളും നമുക്ക് വെളിപ്പെടുത്തുന്നത്.
ഈ പറയുന്നത് പോലെ ഈ 4 ചുവരുകൾക്കുള്ളിലേക്ക് അൽമയെ ഒതുക്കുകയായിരുന്നു എന്നതടക്കമുള്ള സംശയങ്ങളാണ് നിലവിലുള്ളത്. ഇപ്പോൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നതിനെ കുറിച്ചുള്ള അന്വേഷണങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് പോലീസ്. ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്ന കാര്യം എന്ന് പറയുന്നത് അൽമ എന്ന് പറയുന്ന യുവതി വിഷ്ണു വന്നതിന് ശേഷമാണ് എപ്പോഴും സന്തോഷത്തോടെ നിൽക്കുന്നത് കണ്ടത് എന്ന് നാട്ടുകാരൊക്കെ പറയുകയാണ്. അതായത് പകൽ സമയത്ത് ഭർത്താവ് ജോലിക്ക് പോകുമ്പോൾ മറ്റാരോടും സംസാരിക്കാതെ പുറത്തിറങ്ങാതെ ശബ്ദമൊന്നും ഉണ്ടാക്കാതെ ഇരുന്ന അൽമ ഭർത്താവ് വരുമ്പോഴാണ് സന്തോഷത്തോടെ പാട്ടുപാടിയും സംസാരിച്ചും ഒക്കെ ഇരിക്കാറുള്ളത് എന്ന് അയൽവാസികൾ പറയുന്നു. നമ്മൾ ഈ വീടിന്റെ മുൻവശത്തേക്ക് നോക്കുകയാണെങ്കിൽ അൽമ എത്രത്തോളം സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആണ് എന്ന കാര്യം മനസ്സിലാകും. അതായത് സോഷ്യൽ മീഡിയയുടെ വീഡിയോ ഒക്കെ ചിത്രീകരിക്കാൻ വേണ്ടി ലൈറ്റ് റിംഗ് അടക്കമുള്ള കാര്യങ്ങൾ ഈ വീടിന്റെ മുൻവശത്ത് തന്നെയുണ്ട്. അതായത് അത്രത്തോളം ആക്റ്റീവായിട്ട് സോഷ്യൽ മീഡിയയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ് അൽമ എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. അതായത് ഇവിടുന്ന് നേരെ തിരിഞ്ഞു നോക്കിയാൽ കാണുന്നതാണ് വീട്. ഇത്ര ദൂരമേ ഉള്ളൂ. എന്നിട്ട് പോലും അമ്മ ആ കുട്ടിയെ അവസാനമായിട്ട് കാണുന്നത് ഒരു മാസം വരും, ഒരു മാസം കഴിഞ്ഞ്, ഒരു മാസത്തിൽ കൂടുതലായി ഒന്ന് നേരിട്ട് കണ്ടിട്ട്. അപ്പോഴവള് കുളിച്ചിട്ട് തല ഇങ്ങനെ ഈ തുണിയിട്ട് കെട്ടി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പറയണ് എനിക്ക് ഈ പൂച്ച കരയുന്നത് കേട്ടാ എനിക്കൊന്നും ഉറക്കം വരില്ല. അവള് പറഞ്ഞു പൂച്ച ഒന്ന് കരയുന്നത് കേട്ടാ എനിക്ക് ഉറക്കം വരില്ല, അതുകൊണ്ടാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞിട്ട് ഞാൻ കുളിച്ചോണ്ട് ഞാനാണെന്ന് പറഞ്ഞത് അങ്ങ് പോവുകയും ചെയ്തു. അന്ന് തന്നെ ഞാൻ അവളോട് സംസാരിച്ചത് ഇടയ്ക്ക് വെച്ച് അന്ന് തന്നെ ഈ കണ്ട തോന്നി. അമ്മ എങ്ങനെ ഈ കൊലപാതകം അറിയുന്നത്? ശബ്ദം കേട്ടിരുന്നോ? ഇല്ലല്ലോ, ഒരു ശബ്ദവും കേട്ടില്ല, ഒരു അലർച്ചയോ ഒന്നും കേട്ടില്ല. അപ്പോൾ ഞാനാണെങ്കിൽ ഇവിടെ പള്ളിയിൽ പോകാനായിട്ട് ഒരു 10 കഴിഞ്ഞ് ഞാൻ ഒരുങ്ങി ഇറങ്ങി. അപ്പൊ ഞാൻ ഇവിടെ വീട്ടിലുള്ളവർ പറഞ്ഞ് എന്റെ ആളും പോയി. അപ്പോഴ് ഞാൻ പറഞ്ഞു ഞാൻ പള്ളിയിൽ പോണേന്ന് പറഞ്ഞിട്ട് എന്റെ മോൾ ഇവിടെ നിന്ന് അവളും പള്ളിയിൽ പോകാനായിട്ട് ഒരുങ്ങി. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, പള്ളിയിൽ അങ്ങ് പോയി. പള്ളിയിൽ അങ്ങോട്ട് പോയപ്പോ അവിടെ ചെന്നപ്പോഴും കുറച്ച് വെള്ളം കെട്ടി കിടക്കണം. അവിടെ കുറെ കാക്ക വന്നിടന്ന് കുളിക്കണം. ഞാൻ പറഞ്ഞു കാക്ക പോന്ന് പറഞ്ഞോണ്ട് വരട്ടിട്ട് എന്താ ചെയ്ത് ഞാൻ അങ്ങ് പള്ളിയിൽ പോയി. കുറച്ച് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴേ ഒരു സൗണ്ട് കേൾക്കണം. അതെന്താ ഇത് 108 വണ്ടി, ആംബുലൻസ്. അങ്ങനെ ഒരു സൗണ്ട് കേൾക്കണം. അപ്പൊ ഞാൻ വിചാരിക്കണേ പിന്നെ ആരെങ്കിലും മരിച്ച് ഇങ്ങോട്ടുള്ളവരാരെങ്കിലും മരിച്ചാൽ അങ്ങനെ കൊണ്ടുപോകണമായിരിക്കും എന്ന് മനസ്സിൽ ചിന്തിച്ചിട്ട് പിന്നീട് കുറെ കഴിഞ്ഞപ്പോ ആ സൗണ്ട് ഇല്ല. പിന്നീട് ഞാൻ എന്താ ചെയ്ത് പള്ളിയിനകത്ത് കയറി പൂജ കഴിഞ്ഞിട്ട് ഇനി ഇറങ്ങിയപ്പോഴ് 11:45 11:45 ഞാൻ പള്ളിയിലെ വെളിയിൽ ഇറങ്ങിയപ്പോഴേ എന്നോട് ഓടി എന്ന് പറഞ്ഞു തീരെ അവിടെ ഇല്ലേ ഒരു മരണം? ഞാൻ കിട്ടിയ അവിടെ ആരും മരിച്ചില്ല എന്ന് പറയണ്. ഇല്ല, അവിടെ ആരെയോ വെട്ടിക്കൊന്നു. പാടി ആര് വെട്ടുമില്ല എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ തിരിഞ്ഞു നോക്കിയപ്പം ഇവിടെ നിന്ന് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാർ പോകണം. പോലീസ് നിൽക്കണം. അപ്പോഴാണ് ഞാൻ ചിന്തിച്ചത് ഇവിടെ ആള് നിൽക്കണല്ല, അപ്പോഴും ഇവിടെ എല്ലാം ഒന്ന് നടന്നു കാണുമെന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിൽ വന്നപ്പോഴാണ് വിശദമായിട്ട് അറിയുന്നത് ഇങ്ങനെ മരിച്ചെന്ന്. അല്ലാതെ എനിക്കൊന്നും അറിഞ്ഞൂടാ. അമ്മ എപ്പോഴെങ്കിലും ഈ വീട്ടിൽ ഇങ്ങനെ ബഹളം ഉണ്ടതായിട്ട് കേട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ, ഇവരൊരു വാക്കുതർക്കം ഉണ്ടായിന്നാണ് ഇപ്പൊ പറയുന്നത്. അങ്ങനെ എന്തെങ്കിലും ഒരു തർക്കത്തിന്റെ പറഞ്ഞിട്ടുള്ളേ നമുക്ക് അഥവാ അവിടെ തർക്കം കാണിച്ചാൽ തന്നെ നമുക്കറിയാൻ പോല, വെളിയിൽ സൗണ്ട് വരില്ല. ഞാൻ പറഞ്ഞ കള്ളമെങ്കിൽ അത് അവിടെ ഒന്നും പറഞ്ഞ് ശ്രദ്ധിച്ചു നോക്കി. ഇവിടെ നിന്നുണ്ട് അവിടെ അതിന്റെ ആ താളം സംസാരിച്ചാൽ നമുക്കിവിടെ അറിയാക്കൂല. ഇതൊക്കെ ആയതിനു ശേഷം മുമ്പേ ഇരുന്ന ആൾക്കാരാണെങ്കിൽ ഞങ്ങൾ അങ്ങ് വീട്ടിൽ കയറി പോവുകയും എടുക്കുകയും സംസാരിക്കുകയും എല്ലാം ഒക്കെ ചെയ്യും. പിന്നെ ഇവര് വന്നേ പിന്നീട് അങ്ങനെ നമ്മളതിനായിട്ട് അങ്ങനെ പോവുകയും. സോഷ്യൽ മീഡിയയിൽ ഏറ്റവും അധികം ആക്റ്റീവായിട്ട് പ്രവർത്തിച്ചിരുന്ന അൽമയ്ക്ക് ഏകദേശം 10,000-15,000 ഫോളോവേഴ്സ് ഉണ്ട് എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ. ഇതിൽ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് വിഷ്ണു തന്നെയാണ് ഇതിനെല്ലാം സപ്പോർട്ട് ചെയ്തിരുന്നത് എന്നുള്ളതാണ്. വിഷ്ണുവാണ് സോഷ്യൽ മീഡിയയിൽ അൽമയ്ക്ക് ഇത്തരത്തിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ട് രംഗത്തുണ്ടായിരുന്നത്. പക്ഷെ അതേ വിഷ്ണു തന്നെ അൽമയുടെ ജീവൻ എടുത്തു എന്ന് പറയുമ്പോൾ പോലീസിന് ചില സംശയങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, ഇപ്പോൾ നാട്ടുകാരിൽ ചിലർ പറയുന്നത് അൽമയുമായിട്ട്
ഉള്ള ബന്ധം അവസാനിപ്പിക്കാൻ വിഷ്ണു തീരുമാനിച്ചിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ഡിവോഴ്സ് എന്നുള്ള ഒരു ആവശ്യമടക്കം വിഷ്ണുവിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ അൽമ അതിന് അനുവദിച്ചിരുന്നില്ല. അതിന്റെ ഭാഗമായിട്ടുണ്ടായ വാക്ക് തർക്കത്തെ തുടർന്നാണ് ഈ പറയുന്നത് പോലെ കൊലപാതകം സംഭവിച്ചിരിക്കുന്നത് എന്ന് നാട്ടുകാരിൽ ചിലർ പറയുന്നുണ്ട്. അതേസമയം പോലീസിന്റെ സംശയം എന്ന് പറയുന്നത് വിഷ്ണുവിന് സംശയ രോഗമോ മറ്റെന്തെങ്കിലും പകയോ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അതായത് ഇതിൽ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് വിഷ്ണുവിന് സോഷ്യൽ മീഡിയ ഏറ്റവും കൂടുതൽ ആക്റ്റീവായിട്ട് നിൽക്കുന്ന അൽമയുടെ പ്രവർത്തനങ്ങളിൽ ചില സംശയങ്ങൾ ഉണ്ടായതായിട്ടുള്ള സൂചനകൾ ഉണ്ട് എന്നുള്ളതാണ്. അൽമയെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ സമയം ചിലവിടുന്നത് സോഷ്യൽ മീഡിയയിലാണ്. സ്വാഭാവികമായിട്ടും അത്തരത്തിൽ സോഷ്യൽ മീഡിയയിൽ സമയം ചിലവിടുമ്പോൾ ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളാണോ ഈ കൊലപാതകത്തിന് പിന്നിലുള്ളത്, അല്ലെങ്കിൽ അത്തരത്തിൽ സോഷ്യൽ മീഡിയയിലുള്ള ആരെങ്കിലുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ള സംശയമടക്കം വിഷ്ണുവിനുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പോലീസ് പരിശോധിച്ചു വരുന്നത്. അതായത് ഇവർക്കിടയിൽ മൂന്നാമതൊരാൾ ഉണ്ടായിരുന്നോ എന്നുള്ള സംശയം ഇപ്പോൾ പ്രധാനമായിട്ടും ഉയരുകയാണ്. എന്തായാലും ഇതിനൊക്കെയുള്ള ഉത്തരം നൽകേണ്ടത് വിഷ്ണുവാണ്. പക്ഷേ വിഷ്ണു ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത് കുടുംബ വഴക്കിനെ അതിന്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ കുട്ടികളില്ല എന്നുള്ള വിഷയം സംസാരിച്ചുകൊണ്ടാണ് താൻ ഭാര്യയെ അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തിയത് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ഏകദേശം രാവിലെയോടെയാണ് വിഷ്ണു ഇത്തരത്തിൽ കൊലപാതകം നടത്തുന്നത്. 8-നും 8:30 ഇടയിലുള്ള സമയത്ത് ഭാര്യയുടെ കഴുത്തിന് പിറകിലായിട്ട് ആയുധം ഉപയോഗിച്ച് കുത്തി കൊലപ്പെടുത്തുകയായിരുന്നു. സംഭവം നടന്ന് അൽമ മരണപ്പെട്ടതിന് മിനിറ്റുകൾക്കുള്ളിലാണ് ഈ വീട്ടിൽ നിന്ന് ഒന്നും സംഭവിക്കാത്തതുപോലെ ഇവിടെ നിന്ന് ഇറങ്ങി ചെല്ലുകയും തന്റെ സഹോദരന്റെ വീട് ഇവിടെ അടുത്ത പ്രദേശത്താണ്, അവിടേക്ക് എത്തി താൻ അൽമയെ കൊന്നു എന്നുള്ള കാര്യം വിഷ്ണു അറിയിക്കുകയും ചെയ്യുന്നത്. നാട് വിടാൻ ശ്രമിക്കുകയായിരുന്നു വിഷ്ണു എന്നുള്ളതാണ് സൂചന. പക്ഷെ എന്തോ വിഷ്ണു അപ്പോൾ തന്നെ സഹോദരനെ എടുത്തു പോയിട്ട് താൻ കൊലപാതകം നടത്തി എന്നുള്ള വിവരം അറിയിച്ചു. അയാൾ ഉടൻ തന്നെ പോലീസിന് വിവരം അറിയിക്കുകയും പോലീസ് സംഭവ സ്ഥലത്തെത്തി അന്വേഷണം നടത്തുന്നതിനിടയിൽ മൃതദേഹം കണ്ടെടുക്കുകയുമായിരുന്നു. എന്തായാലും അൽമയെ ഇപ്പോൾ ബന്ധുക്കളുടെ വീട്ടിലേക്ക് മൃതദേഹം എത്തിച്ചിരിക്കുകയാണ്. അവിടെ ശവസംസ്കാരം ചടങ്ങുകളൊക്കെ നടക്കുന്നു എന്നുള്ളതാണ് വിവരം. പക്ഷേ എന്തിനാണ് ആ പെൺകുട്ടിയുടെ ജീവൻ അപഹരിച്ചത് എന്നുള്ള ചോദ്യം ഇപ്പോഴും അവശേഷിക്കുന്നു. വിഷ്ണു നൽകുന്ന മൊഴിയിൽ പോലീസ് വിശ്വസിച്ചിട്ടില്ല. വലിയ സംശയങ്ങളാണ് ഈ വിഷയത്തിലുള്ളത് എന്നുള്ളതാണ് വിവരം.